So let's welcome നമ്മുടെ റിജ്വൽ കുട്ടൻ on stage. നീ അത് പിടിച്ചോ. ഞാനേ അവിടെ പോയിട്ടേ സ്ലോ മോഷനിൽ നടന്നു വരാം. നീ എന്റെ മുഖം കണ്ടിട്ട് റൊമാൻസ് വരുന്നുണ്ടോ നോക്ക്. ഓക്കെ ഞാൻ ടംബ്ലർ തന്നെ എന്താ നോക്കണേ? നിന്നെ കൊണ്ട് നടക്കും തോന്നുന്നില്ലടാ. അല്ല എന്റെ പാട്ട് ഏതായിരുന്നു? എന്നിനിയ പൊന്നിലാവേ തമിഴ ഒന്ന് പാടിക്കേ. ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിലൻ കനാവേ. നിന്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല, എന്നാലും പാട്ടിൽ കുറച്ച് നീ റൊമാൻറ്റിക് ആണ്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നീ പൊക്കോ. ആര്യയുടെ കുഞ്ഞൂസ് എന്ത് പറയുന്നു? സുഖം സുഖം. സ്റ്റൈലായിട്ടുണ്ടല്ലോ. ആര്യയുടെ കോസ്റ്റ്യൂംസ് ഇഷ്ടമായ? ഇഷ്ടായി. നീ മുത്താടാ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാ. ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടാ പാടുന്നതെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും മുത്താണ്, ആര്യയുടെ മാത്രം നല്ല അല്ലേ കുട്ടൻ? പിന്നെ മുത്തില് മുത്തായ മുത്തല്ലേ. അതെ. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഉജ്ജ്വലന്റെ അടുത്ത് ആ റാവുത്തറണ്ണനെ എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടോ? റൗത്രണ്ണൻ ചെലപ്പോ ഇവിടെ രണ്ടാളും കൂടി അടിയാക്കിയാലോ വെച്ചിട്ട് ഞാൻ വിട്ടു. പറഞ്ഞു വിട്ടു. അറിഞ്ഞൂടല്ലോ അയാളെ വിചാരം അയാളെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു? ടെലികാസ്റ്റ് ചെയ്യുമ്പോ തിരിച്ചു വരും കേട്ടോ എം ജെ സാർ. എന്തായാലും നന്നായി അയാളെ പറഞ്ഞു വിട്ടത്. നമുക്ക് നല്ല സംഗീതം കേൾക്കാലോ. അയാളുടെ അഭിനയം കൊള്ളായിരുന്നോ? സത്യം പറഞ്ഞാ മതി. അഭിനയിച്ചതല്ലോ ശരിക്കും റൗത്രണ്ണനാണല്ലോ അത്. അഭിനയം എനിക്ക് വളരെ ജീവിക്കുകയായിരുന്നു. അഭിനയിക്കാൻ അറിഞ്ഞാത്ത ആൾക്കാരൊക്കെ അഭിനയിച്ച പക്ഷെ ആ എപ്പിസോഡിൽ അത് ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അതായത് സ്പെഷ്യൽ വേദി നിറഞ്ഞു നിന്നിരുന്നു. റാവുത്തറണ്ണൻ പുള്ളിക്ക് അത്രയും നല്ല തടിയുണ്ട്. അതുകൊണ്ടല്ല റാവുത്തറണ്ണ എല്ലാവരെയും വിറപ്പിച്ചു പോയി. മീനൂട്ടിയൊന്നും അഡ്രസ് ഇല്ല. അതെ അതെ, ഞാനൊരു മൂലക്ക്. ഋജുല ഏതാണ് പാട്ട്? ഇനിയ പൊന്നിലാവേ. ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടാണ്. എന്തൊരു പാട്ടത്. നീനവിനൈ ഒരു സുഖം. അതന്നെ യേശുദാസ് സാർ അല്ലേ? എന്തൊരു ഗ്രേറ്റ്നെസ് ആണ് ആ സമയത്ത്. ദാസാറിന്റെ വോയിസും ആ പാടുന്ന രീതി. ദാസാറിന് എത്ര നമസ്കാരങ്ങൾ കൊടുക്കണം? ഓരോ പാട്ടിനും ഒരു 50,000 നമസ്കാരം കൊടുക്കണം. അപ്പൊ 20,000 30,000 പാട്ടിന് എത്ര നമസ്കാരം കൊടുക്കണം? വോയിസിന്റെ ക്വാളിറ്റി അൺബിലീവബിൾ. അതുപോലെ ഒരു ടാലന്റ് ആണ് ഇതാ നിക്കണേ. അതെ. ആണെന്ന് മാത്രം. തമിഴ് നല്ല തെറിയുമാ? തമിഴ് അറിയില്ല, അത്ര അറിയില്ല. റിജ്വൽ കുട്ടൻ വந்தாச்சு എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതെന്താ? റിജ്വൽ കുട്ടൻ വന്നു കണ്ടോ? പഠിച്ചു കേക്കല്ലേ? യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിലാവേ പൊൻ നിലവിലൻ കനാവേ നിലവിലെ പുതുസുഖം തുടരുതേ ദിനം ദിനം ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിലൻ കനാവേ.
എൻ ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിലെൻ കനാവേ നിലവിലെ പുതുസുഖം തുടരുത് ദിനം ദിനം എൻ ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിലെൻ കനാവേ. ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിലെൻ കനാവേ നിലവിലെ പുതുസുഖം തുടരുത് ദിനം ദിനം ഇനിയ പൊൻ നിലാവേ പൊൻ നിലവിലെൻ കനാവേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് കൊടുക്കാം. മാർക്ക് കൊടുക്കാം. എന്ത് മാർക്ക് കൊടുക്കാം? രാജാദം പേസ വേണോ? ആ ഇതില് രാജ പറയണം. രാജ പറയണം. ഇത് നമ്മൾ രാജ 100 out of 100. നിലവിലെ പുതുസുഖം തുടരുതേ ദിനം ദിനം ഇനിയ പൊൻ നിലാവേ. നമ്മുടെ റിജ്വൽ കുട്ടനാണ് പെർഫോമർ ഓഫ് ദ ഡേ. MJ അങ്കിൾ വെൽക്കം. രണ്ട് ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ റിജ്വൽ കുട്ടന്. ഒന്ന് നമ്മുടെ കിൻഡം മോക്സിന്റെ ഒരു ഉടുപ്പാണ്. ഇത് സൂപ്പർ ഉടുപ്പാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് വരണേ. അതെ റിജ്വൽ കുട്ട എനിക്ക് കാണിച്ചു തരുമോ ഉടുപ്പ്? സമാധാനം. എനിക്ക് സന്തോഷായി. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് റിജ്വൽ കുട്ടിനെ ആ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ടുണ്ടാവും കാണാൻ വേണ്ടി. കൺഗ്രാറ്റുലേഷൻസ് പെർഫോമർ ഓഫ് ദ ഡേ. പിന്നെ രണ്ടാമത്തത് നമ്മുടെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു റിജ്വൽ കുട്ട. താങ്ക് യു. ടാറ്റാ. ഗുഡ് നൈറ്റ്.